ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആശ. ഇനി ഞാൻ മെയിനായിട്ട് പറയുന്നത് മൈക്രോ നീഡിലിങ്ങിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. മൈക്രോ നീഡിലിംഗ് ചെയ്യുമ്പോഴും ചെയ്തതിന് ശേഷവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും മൈക്രോ നീഡിലിങ്ങിൻ്റെ ഉപയോഗങ്ങളും ഒക്കെയാണ് പറയുന്നത്. അതായത് നമ്മൾ മൈക്രോ നീഡിലിംഗ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി പറഞ്ഞു. മൈക്രോ നീഡിലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫേസിലുള്ള നമ്മുടെ ചുളിവുകൾ ഉണ്ടെങ്കിലും മുറിവുകളുണ്ടെങ്കിലും ഈ മുഖക്കുരു വന്നിട്ടുണ്ടാവുന്ന കറുത്ത പാടുകളുണ്ടെങ്കിലും നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്ന ഒരു നീഡിലിംഗ് പ്രക്രിയയാണ് മൈക്രോ നീഡിലിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ നോർമലി നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും, നീഡിൽ ചെയ്ത് കഴിയുമ്പോൾ അവിടെ മുറിവുകൾ ഉണ്ടാവത്തില്ലയോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. നീഡിലിംഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ചെറിയ സുഷിരങ്ങളായിട്ടുള്ള മുറിവുകൾ ഉണ്ടാകും. പക്ഷേ ഈ മുറിവുകളെന്ന് പറയണത് ഇന്ന് നമ്മൾ ഈ ഒരു പ്രക്രിയ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാളാകുമ്പോഴത്തേക്ക് സ്കിന്നിൽ കുറച്ച് കറുത്ത ഷെയ്ഡ് വരും. അതായത് നമ്മുടെ ശരീരത്തിലാണെങ്കിൽ ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആദ്യം ഇന്നൊരു ചെറിയ മുറിവായിരിക്കും കാണുന്നത്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അതൊന്ന് കറുത്തിട്ടാണ് അതിൻ്റെ മുറിവ് പൊളിഞ്ഞ് പോകുന്നത്. അതുപോലെയാണ് നമ്മുടെ സ്കിന്നിൽ മുഖത്താണെങ്കിലും നമ്മൾ ആ സുഷിരങ്ങൾ ചെയ്യുന്ന സമയത്ത് ചെയ്തതിന് ശേഷം നമുക്കിത് 3 ദിവസത്തേക്ക് മൂന്നാമത്തെ ദിവസമായിരിക്കും ഇത് കൂടുതലായിട്ട് സ്കിന്നിൽ ചെറിയൊരു കറുത്ത ഷെയ്ഡ് കാണിക്കുകയും അതിൻ്റെ അടുത്ത ദിവസം മുതൽ ഈ മുഖത്ത് വന്ന ഈ ഷെയ്ഡ് പതുക്കെ പോയി അത് പൊളിഞ്ഞ് ഈ സ്കിന്ന് ഫുള്ള് പീലായി പോകും. മനസ്സിലായോ? അല്ല, ഈ സ്കിന്ന് ഫുള്ള് പൊളിഞ്ഞങ്ങ് പോകും. അതായത് മുഖത്തുള്ള ഫുൾ ഡെഡ് സ്കിന്നും ഏകദേശം ഒരാഴ്ചക്കകത്ത് തന്നെ നമ്മുടെ സ്കിന്ന് ക്ലിയർ ആവുകയും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും സ്കിന്നിന് കുറച്ചുകൂടെ നിറം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ തുടക്കത്തിൽ ചെയ്ത് കഴിഞ്ഞ് ഒരു 3-ാമത്തെ ദിവസം നമ്മുടെ സ്കിന്നിന് ഒരു കറുത്ത ഷെയ്ഡിൽ തന്നെ കാണും. അതിനുശേഷം മുതലാണ് സ്കിന്നിന് ചേഞ്ച് ഉണ്ടാവുന്നത്, ഹീലിംഗ് നടക്കുന്നത്, ഇതെല്ലാം റിമൂവ് ആവുന്നത്. പിന്നീട് അതിന് ശേഷം ചെറിയൊരു ഫേഷ്യലോ നമ്മൾ മരുന്നോ എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലേക്ക് ശരിക്കും ഇത് വലിച്ചെടുക്കും. ഇല്ല എന്നിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ സ്കിന്നിലേക്ക് ഒന്നും തന്നെ പ്രവർത്തിക്കില്ല. കാരണം നമ്മുടെ സ്കിന്നിൽ ഏറ്റവും മുകളിൽ ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് ഡെഡ് സ്കിന്നുകളുണ്ട്. ഈ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഫേഷ്യൽ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിന്നിലോട്ട് ക്രീമുകളെല്ലാം അബ്സോർബ് ആകത്തുള്ളൂ. പിന്നീട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തന്നെ സ്കിന്നിന് ഗുണമുള്ളതാണ്.